ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഭാഗമാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണക്കാക്കുമ്പോൾ വരുന്ന പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടുണ്ടാകാവുന്ന ഒരു മെനക്കേട് ആണിത്. അതായത് ഒരു എമൗണ്ടിന് തന്നിട്ട് നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഒരാളുടെ ഡ്രോയിങ്സ് 75,000 ഇന്ന ഡേറ്റിനാണ് അയാൾ എടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. പക്ഷേ അങ്ങനെ പരീക്ഷയ്ക്ക് പൊതുവെ തരില്ല. തരാൻ സാധ്യതയുള്ള ഒരു സംഗതിയുമായി ബന്ധപ്പെട്ടിട്ടാണത്. അതായത് പാർട്ട്ണർമാർ എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് എടുക്കുക. അതിൻ്റെ കേസാണ് നമുക്ക് ലെഫ്റ്റിൽ കാണാനുള്ളത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പാർട്ട്ണർമാർ നിശ്ചിത എമൗണ്ട് ഓരോ ക്വാർട്ടറിൽ എടുക്കുക. ക്വാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4/1. അപ്പോൾ 12 മാസമാണുള്ള ഒരു കൊല്ലം. അപ്പോൾ 12 മാസം 4 കൊണ്ട് വെച്ചാൽ 3 മാസം. അപ്പോൾ ഓരോ ക്വാർട്ടറിലും 3 മാസം ഉണ്ടാവും. അപ്പോൾ 3 മാസം കൂടുമ്പോൾ നിശ്ചിത എമൗണ്ട് എടുക്കുക. ഇങ്ങനെ 2 പ്രധാന കേസുകൾ. അപ്പോൾ ഒന്ന് ലെഫ്റ്റ് സൈഡിലും ഒന്ന് റൈറ്റ് സൈഡിലും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു കോൺസ്റ്റാൻസ് പഠിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ മാസവും തുടക്കത്തിൽ ഇൻ ദ ബിഗിനിങ് ഈക്വൽ എമൗണ്ട് എടുക്കുകയാണെങ്കിൽ 6.5 മാസത്തേക്കുള്ള പലിശ കണക്കാക്കുക എന്നാണ്. ഇത്രയും പഠിച്ചാൽ 6.5 മാസത്തേക്കുള്ള പലിശ കണക്കാക്കുക. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ എമൗണ്ടിനെ 6.5 കൊണ്ട് ഗുണിച്ച് 1/12, 6.5 കൊണ്ട് എന്ന് പറയുമ്പോൾ 6.5 കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ 6.5 കിട്ടുന്നത് എപ്പോഴാണ്? ആ ഭിന്നസംഖ്യ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ല? അപ്പോൾ 6.5 ഇൻറ്റു 1/12 എടുക്കേണ്ടി വരും. എന്നിട്ട് ഇൻറ്റു എത്രയാണ് വെച്ചാൽ റേറ്റ് അത്. ഇപ്പോൾ 60,000 ആണ് ഒരാളുടെ ഡ്രോയിങ്സ് എങ്കിൽ 60,000 ഇൻറ്റു 6.5 ഇൻറ്റു 8% ആണെങ്കിൽ 8/100 ഇൻറ്റു 1/12 അങ്ങനെ. ഇനി എല്ലാ മാസവും മാസത്തിൻ്റെ നടുക്ക് വെച്ചാണ് എടുക്കുന്നതെങ്കിൽ 6 മന്ത്സിന് കാണുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ എൻഡ് ഓഫ് ഈച്ച് മന്ത് ആണെങ്കിൽ 5.5 മന്ത്സിന് കണക്കാക്കുക എന്നുള്ളത്. അപ്പോൾ 75,000 ആണെങ്കിൽ 75,000 ഇൻറ്റു 5.5 ഇൻറ്റു 1/12 ഇൻറ്റു 6% ആണെങ്കിൽ 6/100, 5% ആണെങ്കിൽ 5/100 അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഉദാഹരണത്തിന് ഒരാളിപ്പോൾ നമുക്ക് മാസം അയാൾ എടുക്കുന്നത് 10,000 രൂപ വെച്ചിട്ടാണെങ്കിൽ 10,000 രൂപ വെച്ചിട്ടാണ് വിചാരിക്കാം. ഈ കേസ് കേസിൽ കേസ് എയിൽ കേസ് എ അതെന്താ അങ്ങനെ വരുന്നത്? കേസ് എ ആൻഡ് കേസ് ബി. എ ബി. ഓക്കെ, അപ്പോൾ 10,000 വെച്ചെടുക്കുകയാണെങ്കിൽ 12 മാസത്തെ എത്ര ഉണ്ടാവും അത് കാണുക. അപ്പോൾ 1,20,000 120,000. ഓക്കെ, ഇനി അതിനെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 6.5/12 ഇൻറ്റു 4% ആണ് വിചാരിക്കുക, 4/100. അപ്പോൾ അയാളുടെ പലിശ എത്രയായിരിക്കും? 26,000. ഓക്കെ, ഒരു 0 കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ 1,20,000 ഇൻറ്റു 6.5/12 മന്ത്സ് ഇൻറ്റു 4%/100. അപ്പോൾ നമുക്ക് 2,600 ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ കേസിലുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് മനസ്സിലാവും. ഇനി അത് പിന്നെ മാസത്തിൻ്റെ നടുക്ക് വെച്ചാണ് എടുക്കുന്നതെങ്കിൽ ഇൻറ്റു 6/100 ഇൻറ്റു 4/100. 4 ഏതാണ്? പലിശയുടെ റേറ്റാണ്. അപ്പോൾ 2,400 ആവും. ഇനി അതല്ല മാസത്തിൻ്റെ അവസാനമാണ് എടുക്കുന്നതെങ്കിലോ 5.5. മനസ്സിലായില്ലേ?
ബിഗിനിങ്ങിലാണെങ്കിൽ 6.5, നടുക്ക് വെച്ചാണെങ്കിൽ 6 month. ഇനി അതല്ല, നമുക്ക് എൻഡ് ഓഫ് ദ മന്ത് ആണെങ്കിൽ 5.5. ഓക്കെ, അപ്പോൾ അത് മന്ത്ലി എടുക്കുകയാണെങ്കിൽ. ഇനി ക്വാർട്ടർലി എടുക്കുകയാണെങ്കിൽ സിമ്പിളാണ്, അതിൽ മിഡിലില്ല, തുടക്കത്തിലും അവസാനത്തിലുള്ളൂ. ഓരോ ക്വാർട്ടറിൻ്റെയും തുടക്കം. അപ്പോൾ എന്താണ് ഈ ക്വാർട്ടർ? അപ്പോൾ അത് 3 മാസം കൂടുമ്പോഴാണ്. അതായത് അക്കൗണ്ടിങ് കലണ്ടർ വരുന്നത് ജനുവരി ടു ഡിസംബർ ആണെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒരു ക്വാർട്ടർ. മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ ഒരു ക്വാർട്ടർ. മനസ്സിലായില്ലേ? അങ്ങനെ പോകും. അതാ നമ്മൾ ഫിനാൻഷ്യൽ കലണ്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ ഒരു ക്വാർട്ടർ. ജൂൺ കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ, മെയ്, ജൂൺ കഴിഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒരു ക്വാർട്ടർ. അങ്ങനെ. അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ തുടക്കമാസത്തിലാണ് എടുക്കുന്നതെങ്കിൽ 7.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബിയിൽ ഒന്നാമത്തെ കേസാണെങ്കിൽ ഒരു 30,000 വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ 30,000 വെച്ചിട്ട് എല്ലാ ക്വാർട്ടറിലും. അപ്പോൾ അത്ര ഒരു 4 ക്വാർട്ടർ ഉണ്ടല്ലോ. അപ്പോൾ 4 3 12, 1,20,000. 1,20,000 ഇൻറ്റു 7.5 ബൈ 12 months ആണല്ലോ ടോട്ടലി. ഇൻറ്റു 4% ആണെങ്കിൽ 4/100. അത് കിട്ടി 3,000. ഇനി അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ എടുത്ത എമൗണ്ട് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ 30,000 വെച്ച് 3 4 12, 1,20,000 ഇൻറ്റു 4.5 ബൈ 12 ഇൻറ്റു 4/100, 1,900. ഇതാണ്. ഇത്രയേ ഉള്ളൂ. കുറച്ച് കോംപ്ലക്സിറ്റി ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഏത് കേസിലായാലും നമ്മൾ ഈ നമുക്കിവിടെ ഒരു ഫാക്ടർ ഉണ്ട്. 6.5, 6, 5.5 എന്നൊക്കെ പറഞ്ഞ ഫാക്ടേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം പോരാ, 1/12 കൊണ്ട് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യണം എല്ലാ കേസിലും. ഓക്കെ, അത്രയേ ഉള്ളൂ.